നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവിനെ ആളൂർ SHO KM ബിനീഷ് അറസ്റ്റ് ചെയ്തു. വയനാടിന് കൈത്താങ്ങായി കുരുന്നുകൾ. ചാലക്കുടി പറയൻ തോട് ശുചീകരിക്കുന്നതിനിടയിൽ 50 ലിറ്റർ വാഷ് കണ്ടെത്തി. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴി തടഞ്ഞ് കബാലി. വിശദമായ വാർത്തകളിലേക്ക്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവിനെ ആളൂർ SHO KM ബിനീഷ് അറസ്റ്റ് ചെയ്തു. കൊല്ലം പന്മന സ്വദേശിയായ മൂനംവീട് കോളനിയിലെ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലം പന്മനയിലുള്ള വീട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആളൂർ സ്റ്റേഷനിൽ എത്തിയ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ നിയാസിനെ റിമാൻഡ് ചെയ്തു. ആളൂർ SIമാരായ KS സുബിൻ, KK രഘു, ASI മിനിമോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ്, ഹരികൃഷ്ണൻ, ഡ്രൈവർ അനീഷ്, DYSPയുടെ ക്രൈം സ്ക്വാഡ് അംഗമായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ES ജീവൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വയനാടിന് കൈത്താങ്ങായി കുരുന്നുകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ. മഞ്ഞ നിറമുള്ള മുയൽ കുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി 1ാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചുവച്ച 1/4 ലക്ഷം രൂപയുമായി 7ാം ക്ലാസ്സുകാരി ദേയുമാണ് കളക്ടറെ കാണാനെത്തിയത്. കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി. 2 കുട്ടികളും എല്ലാവർക്കും മാതൃകയാണെന്ന് തുക ഏറ്റുവാങ്ങിക്കൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു. അർണവ് വിഷ്ണു നായർ തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി 2 വർഷങ്ങളായി കുടുക്കയിൽ സൂക്ഷിച്ച 1103 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ദുബായ് ജെയിംസ് സവറോൺ ബോയ്സ് ഹൈസ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു, നന്ദിത രാജ് എന്നിവരുടെ ഏക മകനാണ് അർണവ്. മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ EU രാജനോടൊപ്പമാണ് തുക കൈമാറാനെത്തിയത്. വയനാട്ടിലെ ദുരന്തം ടിവിയിലൂടെ കണ്ടപ്പോൾ സങ്കടം തോന്നിയെന്നും തുക കൈമാറിയത് സന്തോഷത്തോടെയാണെന്നും അർണവ് പറഞ്ഞു. അബുദാബി ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ സി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത്. ഓഗസ്റ്റ് 24-ന് പിറന്നാൾ ആഘോഷിക്കാനായി മാറ്റിവെച്ച 25,000 രൂപയാണ് ദിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന കുർക്കഞ്ചേരി സ്വദേശിയായ ദീപക് സ്മിന ദമ്പതികളുടെ മകളാണ്. മുത്തച്ഛനായ അശോകനോടൊപ്പമാണ് ദിയ കളക്ടറെ കാണാനെത്തിയത്. ദുരിതബാധിതരെ സഹായിക്കാനായി നിറഞ്ഞ മനസ്സോടെയാണ് തുക കൈമാറിയതെന്ന് ദിയ പറഞ്ഞു. ജില്ലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായി 4,47,848 രൂപ നൽകി. ചാലക്കുടി പറയൻ തോട് ശുചീകരിക്കുന്നതിനിടയിൽ 50 ലിറ്റർ വാഷ് കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടുകൂടി മെമ്പർ പ്രീജ സലീമിന്റെ നേതൃത്വത്തിൽ പറയൻ തോട് ശുചീകരിക്കുന്നതിനിടയിലാണ് 50 ലിറ്റർ വാഷ് നിറച്ച ക്യാൻ കണ്ടെത്തിയത്. തുടർന്ന് ചാലക്കുടി എക്സൈസിനെ വിവരമറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, ജോഷി ചക്കാലക്കൽ, KN സുരേഷ്, KP സുനിൽകുമാർ എന്നിവർ ഉടനടി സ്ഥലത്തെത്തി പരിശോധിച്ചു. ക്യാനിലുള്ളത് വാഷ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഡാം തുറന്നുവിട്ടതിനെ തുടർന്ന് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും അതിനാൽ മറ്റെവിടെയോ സൂക്ഷിച്ചിരുന്ന ക്യാൻ ഒഴുകി വന്നതാകാമെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ 2ാമത്തെ ക്യാമ്പ് അനുവദിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല. ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് ക്യാമ്പ് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കരാഞ്ചിറ സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 105 പേരെ താമസിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ താമസിപ്പിക്കാൻ സാധിക്കില്ല. പുതിയ ക്യാമ്പ് പോംപെ സെന്റ് മേരീസ് സ്കൂളിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിനായി സ്കൂൾ അധികൃതരുമായി റവന്യൂ വകുപ്പും പഞ്ചായത്ത് സെക്രട്ടറിയും ക്യാമ്പിനായി സ്കൂൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ക്യാമ്പിന് കെട്ടിടം അനുവദിക്കാൻ മാനേജർ വിസമ്മതിക്കുകയായിരുന്നു. തഹസിൽദാർ നേരിട്ടിടപെട്ടിട്ടും മാനേജർ സമ്മതിക്കാതിരിക്കുകയും ചെയ്തതോടെ പഞ്ചായത്ത് അധികൃതർ ഗേറ്റ് തുറന്ന് അഭയാർത്ഥികളെ ക്യാമ്പിലേക്ക് കയറ്റി. സ്കൂളിലെത്തിയ സ്കൂൾ മാനേജർ പഞ്ചായത്ത് അധികൃതരുടെ നടപടി ചോദ്യം ചെയ്ത സംഭവവുമുണ്ടായി.
സർക്കാർ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വിദ്യാലയമായിട്ടുകൂടി ദുരിതകാലത്ത് നാടിനോട് സ്കൂൾ മാനേജ്മെന്റ് കാണിച്ച അവഗണനയിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രതിഷേധിച്ചു. ഇവിടെ ആളുകൾ വെള്ളപ്പൊക്കത്തില് വെള്ളം എല്ലാ തവണയും ക്യാമ്പ് നിങ്ങൾ ഇങ്ങനെ തന്നെ പെരുമാറാറ്. ഞങ്ങളുടെ സ്കൂള് എല്ലാ തവണയും ക്യാമ്പ് നടത്തുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നതിന്റെ ഇത് നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒന്നുമില്ല, പിടിച്ചെടുക്കും. ഇതേപോലെ പരിപാടി സർക്കാർ ഓർഡറാണ്. സഹകരിച്ചേ പറ്റൂ. സഹകരിച്ചില്ലെങ്കിൽ ഇതേപോലെ ഏറ്റെടുക്കും. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴിതടഞ്ഞ് കബാലി. രാവിലെ അടിച്ചിൽ തൊട്ടി ആദിവാസി ഊരിൽ നിന്നും രോഗിയുമായി വന്ന ആംബുലൻസിന് മുന്നിലാണ് പെൻസ്റ്റോക്കിന് സമീപം വെച്ച് 3/4 മണിക്കൂറോളം വഴിതടഞ്ഞ് കബാലി നിന്നത്. പന മറിച്ചിട്ട് തിന്നുകൊണ്ട് റോഡിൽ നിന്നും കബാലി മാറാതെ നിലയുറപ്പിച്ചതോടെ ആംബുലൻസ് ഡ്രൈവർ അശോകൻ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. വനപാലകരെത്തി പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും ആനയെ വഴിയിൽ നിന്നും മാറ്റുകയായിരുന്നു. മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 6-ാം വാർഡ് മാപ്രാണം പീച്ചാമ്പള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി അമയം പറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ രമേശാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേശ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടു. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ രാവിലെയാണ് വെള്ളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. രമേശിന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അരയ്ക്കൊപ്പം വെള്ളത്തിലൂടെ രാത്രി വെളിച്ചമില്ലാത്ത ബണ്ട് റോഡിലൂടെ വരുന്നതിനിടെ കാൽവഴുതി വെള്ളക്കെട്ടിൽ വീണാകാം മരണമെന്നാണ് നിഗമനം. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹം കരയ്ക്ക് കയറ്റി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. അവിവാഹിതനാണ്. അമ്മ സരസു, സഹോദരി രേഷ്മ. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സമാശ്വാസം പകർന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സന്ദർശനം. കാറളം, കാട്ടൂർ പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് മന്ത്രി ഡോക്ടർ ബിന്ദു സന്ദർശനം നടത്തിയത്. വിവിധ NSS യൂണിറ്റുകൾ ക്യാമ്പുകളിലേക്ക് സമാഹരിച്ച അവശ്യവസ്തുക്കൾ മന്ത്രി വിതരണം ചെയ്തു. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇരിങ്ങാലക്കുട രൂപതാ വികാരി ഫാദർ പോളി കണ്ണൂക്കാടൻ സന്ദർശനം നടത്തി. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ കൂടപ്പുഴ കുട്ടാടം പാടത്തെ നിവാസികളെ നേരിൽ കാണാൻ ഇരിങ്ങാലക്കുട രൂപതാ വികാരി ഫാദർ പോളി കണ്ണൂക്കാടനെത്തി. ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, ഫാദർ സിനു അരുമ്പുപറമ്പൻ, ഫാദർ ജോർജ് ഇ തേലേപ്പിള്ളി, വാർഡ് കൌൺസിലർ സൂസി സുനിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. അന്നമനട സൌത്ത് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 2 ദിവസങ്ങളിലായിട്ടാണ് ബലിതർപ്പണം. ശനിയാഴ്ച വെളുപ്പിന് 3 മണി മുതൽ രാവിലെ 10 വരെയും ഞായറാഴ്ച രാവിലെ 5 മണി മുതൽ 9 മണി വരെയും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീ ദിവ്യൻ ശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ബലിതർപ്പണത്തിനുള്ള എല്ലാ സൌകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 6480 രൂപ, പവന് 51,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവിനെ ആളൂർ SHO KM ബിനീഷ് അറസ്റ്റ് ചെയ്തു. വയനാടിന് കൈത്താങ്ങായി കുരുന്നുകൾ. ചാലക്കുടി പറയൻ തോട് ശുചീകരിക്കുന്നതിനിടയിൽ 50 ലിറ്റർ വാഷ് കണ്ടെത്തി. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴി തടഞ്ഞ് കബാലി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.